പലയിനം വഴുതനകൾ ഇന്ന് നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. എന്നാൽ കേരളത്തിൽ ആരും കൃഷി ചെയ്യാത്ത കാളക്കൊമ്പൻ എന്ന ഇനത്തിൽപ്പെട്ട വഴുതന കൃഷി ചെയ്ത് കോട്ടയത്തെ കുറിച്ചിത്താനത്തെ ചില കർഷകർ ശ്രദ്ധേയരാകുന്നു. നമ്മുടെ പച്ചക്കറി വർഗ്ഗങ്ങളിൽ വഴുതനയുടെ പ്രാധാന്യം ഒട്ടും പിന്നിലല്ല. സൊലാനം മെലോജിന എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന വഴുതന വിവിധ ഇനങ്ങളിൽ വ്യത്യസ്ത രൂപത്തിലുള്ള കായ്കളോടുകൂടി കാണപ്പെടുന്നു. ഇന്ത്യയിൽ വഴുതനങ്ങയുടെ ഉൽപ്പാദനവും വൻതോതിലാണ്. മലയാളിയുടെ സസ്യഭോജനത്തിൽ പോഷക സമ്പുഷ്ടമായ വഴുതനങ്ങ ഒഴിച്ചുകൂടാനാവാത്ത പച്ചക്കറി ഇനവുമാണ്. കേരളത്തിൽ പല സ്ഥലങ്ങളിലും വഴുതന കൃഷി ഉണ്ടെങ്കിലും സമ്പന്നമായ വഴുതന കൃഷിയാൽ വഴുതന ഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കോട്ടയം ജില്ലയിലെ പാലായ്ക്കടുത്തുള്ള മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ കുറിച്ചിത്താനം. കുറിച്ചിത്താനത്തെ വഴുതന കർഷകരുടെ കാർഷിക പാരമ്പര്യം നൂറ്റാണ്ടുകൾക്കപ്പുറത്തു നിന്നും ആരംഭിക്കുന്നു. രാജ്യത്ത് മറ്റെങ്ങും കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു പ്രത്യേകതരം വഴുതന കൃഷിയാണ് പൈതൃക മൂല്യമായി കുറിച്ചിത്താനത്തെ കർഷകർക്ക് കിട്ടിയിരിക്കുന്നത്. ഒട്ടുമിക്ക വിളകളും ഈ ഗ്രാമത്തിൻ്റെ മണ്ണിൽ സമൃദ്ധമായി വിളയുന്നുണ്ടെങ്കിലും വെള്ള നിറത്തിൽ നീളമേറിയതും തൂക്കമേറിയതുമായ കാളക്കൊമ്പൻ വഴുതന കൃഷി ചെയ്യുവാനാണ് കർഷകർക്കേറെ താൽപ്പര്യം. കാളയുടെ കൊമ്പ് പോലെ നീണ്ടുവളരുന്ന ഈ ഇനം വഴുതനയെ അവർ കുറിച്ചിത്താനത്തെ കാളക്കൊമ്പൻ എന്ന് വിശേഷിപ്പിച്ചു. ഇവിടെ പ്രാദേശികമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു ഇനമാണ് ഈ കാളക്കൊമ്പൻ വഴുതന. ഇതിൻ്റെ പ്രധാന സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ വളരെ കുറവാണ്. പിന്നെ ഈ ഇനത്തിന് വാട്ടരോഗം മുതലായ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ളൊരു ശേഷി കാണുന്നുണ്ട്. അതുമാത്രമല്ല പൊതുവെ രോഗകീടബാധകൾ വളരെ കുറവാണ്. ഇവിടെ കർഷകർ കൂടുതലും ജൈവ രീതിയിലുള്ള പ്രതിരോധ മാർഗങ്ങൾ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. രാസകീടനാശിനികളൊന്നും ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം കാണുന്നില്ല. അതുകൊണ്ട് മാത്രമല്ല ഇതിന് ഈ ലോഡ്ജിങ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ താങ്ങ് കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. പിന്നെ ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാർച്ച് മാസത്തിലാണ് ഈ വഴുതനയുടെ പ്ലാന്റിങ് നടക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ മുതൽ ഇതിന് കായെടുക്കാൻ തുടങ്ങും. ഏകദേശം ഒരു ഓഗസ്റ്റ് അവസാനം വരെ തുടർച്ചയായിട്ട് നല്ല ഈൽഡ് ലഭിക്കുന്നുമുണ്ട്. ഈൽഡ് കൂടുതലാകാൻ ഒരു കാരണം ഇതിന് ഏകദേശം 5 മാസത്തോളം കായെടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെ കായ്കൾക്ക് സാധാരണ പുതിയ ഇനം വഴുതന ഇനങ്ങളെക്കാൾ നല്ല കായ്കൾക്ക് വലിപ്പം കൂടുതലുണ്ട്. നല്ല വെളുത്ത നിറത്തിൽ 30 സെന്റിമീറ്ററിലധികം വരുന്ന നീളമാണ് കാളക്കൊമ്പൻ വഴുതനങ്ങയ്ക്കുള്ളത്. കായ്കളുടെ ശരാശരി തൂക്കം 200 ഗ്രാം. ഒരു ചെടിയിൽ നിന്നും ശരാശരി വിളവ് 6 കിലോഗ്രാം. രുചിയും പോഷക ഗുണവും നിറഞ്ഞ കായ്കൾ. കീടരോഗബാധ നന്നേ കുറവ്. ചെടികളുടെ ഉയരം 1 മീറ്റർ. തൈകൾ നട്ട് 1.5-2 മാസത്തിനകം ആദ്യ വിളവെടുപ്പ്. 5 മാസത്തിലധികം നീളുന്ന ഉൽപാദന ശേഷി. വിപണിയിൽ ഏറെ പ്രിയങ്കരം. കുറിച്ചിത്താനത്തെ കാളക്കൊമ്പൻ വഴുതനയുടെ പ്രത്യേകതകൾ ഇങ്ങനെ നീളുന്നു. കുറിച്ചിത്താനത്തെ പ്രാദേശിക ഇനമായ കാളക്കൊമ്പൻ എന്ന വഴുതന ഇനം കൃഷി ചെയ്യാനുള്ള കാരണം എന്താണ്? ഞങ്ങളിത് നേരത്തെ തൊട്ട് ഞങ്ങളുടെ ഉണ്ടായിരുന്ന വിത്തുകളാണ്. പണ്ട് തൊട്ട് പരമ്പരാഗതമായി ഞങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന വിത്താണ്. ഞങ്ങളുടെ ഉള്ള വിത്താണ്. പല വിത്തിലേക്ക് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം കിട്ടുന്നതും നീണ്ടു നിന്ന് കാ കിട്ടുന്നതും ഈ കാളക്കൊമ്പനാണ്. കൂടുതൽ അളവ് കിട്ടുന്നുണ്ട്. നല്ല കായ്ക്ക് നല്ല നീളമുണ്ട്. ഒരു 3, 4, 5 കിലോ കായൊക്കെ ഉണ്ടെങ്കിൽ 1 കിലോ കിട്ടും. അതുകൊണ്ട് എണ്ണം കൂടുതലുണ്ട്. കൂടുതൽ നാൾ നീണ്ടു നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് കളയാതെ വിത്ത് ഞങ്ങളെ വെച്ചുകൊണ്ടിരിക്കുന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കാളക്കൊമ്പൻ വഴുതന കൃഷി ആരംഭിക്കുക. നിലമൊരുക്കി 1.5 മീറ്റർ വീതിയിലും സൗകര്യമായ നീളത്തിലും 15 മുതൽ 20 സെന്റിമീറ്റർ ഉയരത്തിലുമായി വാരങ്ങൾ ഒരുക്കുന്നു. വിത്ത് പാകി 40 ദിവസം കഴിഞ്ഞാൽ തൈകൾ പറിച്ചു നടാൻ കഴിയും. വാരത്തിൽ 40 മുതൽ 60 സെന്റിമീറ്റർ അകലത്തിലായി തൈകൾ നടുന്നു. തൈകൾ നടുന്നതിന് മുമ്പ് ഓരോ തടത്തിലും നൽകുന്ന ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ആണ് ആദ്യ വളം. പിന്നീട് 15-ാം ദിനം മുതൽ 75-ാം ദിനം വരെ 15 ദിവസം ഇടവിട്ട് വളപ്രയോഗം നടക്കുന്നു. എല്ലുപൊടി, ഫാക്ടംഫോസ്, കോംപ്ലക്സ് വളം, യൂറിയ,
പൊട്ടാഷ് എന്നിവ ഉപയോഗിച്ചു വന്നിരുന്നെങ്കിലും ഇന്ന് കുറിച്ചിത്താനത്തെ കർഷകരേറെയും ജൈവവളത്തെ തന്നെ ആശ്രയിക്കുന്നു. ട്രാക്ടർ കൊണ്ട് പൂട്ടി നില ഒരുക്കി കഴിഞ്ഞാൽ ഏരി പോലെ ഇങ്ങനെ വീതി കുറഞ്ഞ ഒരു മീറ്റർ വീതിയിൽ ഏരി തോണ്ടി ആണ് അത് രണ്ട് തൈ തമ്മിൽ 50 സെൻറ്റിമീറ്ററിന് അകലമായിട്ട് തൈ നടും. അത് മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യം തൈ നടും. തൈ നട്ട് കഴിഞ്ഞാൽ നമ്മൾ പുതുമഴ പെയ്യുമ്പോൾ തൈ നടും. തൈ നട്ട് കഴിഞ്ഞിട്ടൊരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആദ്യത്തെ വളം കൊടുക്കും, ചെറിയൊരു പൊടിവളം എന്തെങ്കിലും. ഇന്ന് കുഴി നിറച്ച് ചാണകപ്പൊടി ഇട്ടാണ് നടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇട കളച്ചിട്ട് പുല്ലെല്ലാം എടുത്ത് കളഞ്ഞ് നന്നായിട്ട് ഏരി തോണ്ടി പുല്ലെല്ലാം കളഞ്ഞിട്ട് വീണ്ടും നമ്മളത് കരികിലയും അതുപോലെ തന്നെ ചൂട്ടും ഞങ്ങൾ ചവറൊക്കെ നിരത്തും. ചവറ് നിരത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത വളം വീണ്ടും കൊടുക്കും. പിന്നെ ഒരു 15 ദിവസം കഴിയുമ്പോൾ അടുത്ത രണ്ടാമത്തെ വളം ഇട്ടു. പിന്നെ ഒരു 20 ദിവസം കഴിയുമ്പോൾ വീണ്ടും അടുത്ത ചെറിയ വളവിടെ പൊടിവളം കൊടുക്കും. പിന്നെ സ്റ്റെറാമിൽ എല്ലുപൊടിയൊക്കെ വാരി ഇട്ട് കൊടുക്കുക, ഇടവഴി ഇട്ട് കൊടുക്കുക. അത് 40 ദിവസം ആകുമ്പോഴത്തേക്കും കായാവും. നട്ട് 2 ആഴ്ച കഴിഞ്ഞാലുള്ള പുതയിടിയിൽ വളപ്രയോഗത്തിന് മുമ്പുള്ള കളയെടുക്കൽ, വാരങ്ങളുടെ ഇടഭാഗം കൊത്തിയിളക്കിയുള്ള മണ്ണടുപ്പിക്കൽ എന്നിവയും വളരെ പ്രധാനമാണ്. സാധാരണ വഴുതന ഇനങ്ങളെപ്പോലെ കാളക്കൊമ്പൻ വഴുതന ചാഞ്ഞു വീഴാറില്ല എന്നത് ഈ ഇനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. തിങ്ങി വളരുന്നതിനാൽ കളകളുടെ വളർച്ചയെ പ്രതിരോധിക്കാനും കഴിയുന്നു. മറ്റു വഴുതന ഇനങ്ങളിൽ കണ്ടുവരുന്ന രോഗകീടബാധ കാളക്കൊമ്പൻ വഴുതനയിൽ കണ്ടുവരുന്നില്ല. നാടൻ ഇനങ്ങളിലെ സർവ്വസാധാരണമായ വാട്ടരോഗം ഈ ഇനത്തെ ബാധിക്കുന്നില്ല. ചെടിയുടെ ചുവട്ടിലെ പൂപ്പൽ രോഗമോ തണ്ടുതുരപ്പൻ ശല്യമോ കണ്ടാൽ ജൈവ കുമിൾനാശിനിയോ വേപ്പെണ്ണ, പുകയില കഷായം തുടങ്ങിയ ജൈവ കീടനാശിനിയോ പ്രയോഗിക്കുന്നു. ചുവടിൽ തണ്ടിൻ്റെ അവിടെ നിന്ന് പതുക്കെ ഒരു പൂപ്പൽ പോലെ ഉണ്ടായിട്ട് കുമിള് രോഗം ഉണ്ടാകും. അതിന് നമ്മൾ സുഡോമോണാസ് കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി. സുഡോമോണാസ് കലക്കി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ സുഡോമോണാസ് വേണമെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യുകയും ചെയ്യാം. നടിയിൽ തൊട്ട് 40 മുതൽ 50 ദിവസം കഴിയുന്നതോടെ കാളക്കൊമ്പൻ വഴുതനയുടെ ആദ്യ വിളവെടുപ്പ് ആരംഭിക്കുന്നു. തുടർന്ന് ആഴ്ചതോറും നടക്കുന്ന വിളവെടുപ്പ് 22 തവണ വരെ നീളുന്നു. വഴുതനയ്ക്ക് കേട് കുറവാണ്. അതാണ് നമ്മൾ ഈ കൃഷി തുടർന്നുകൊണ്ട് പോകാനൊരു പ്രധാന കാരണം. മറ്റൊന്ന്, ഈ വഴുതനങ്ങ മുഴുപ്പ് ഒരു 5-6 കായ ഉണ്ടെങ്കിൽ 1 കിലോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് നമുക്ക് കൂടുതൽ തൂക്കം വഴുതന കിട്ടും. ആ വഴുതനങ്ങ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ കൃഷി തന്നെ തുടർന്ന് പോരുന്നത്. വേണ്ട 30-35 വർഷമായിട്ട് ഞാൻ ഈ കൃഷി ചെയ്യുന്നുണ്ട്. ഈ കാളക്കൊമ്പൻ നാട്ടിൻപുറത്ത് ഇപ്പോൾ ഇല്ലാത്ത ഒരു ഇനമാണ്. എങ്കിലും ഞങ്ങൾ ഈ ഒരു ലാഭമുള്ളത് കൊണ്ട് ഈ കൃഷി തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 6 എടുക്ക വരെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മുതലേ നമുക്ക് എത്തിച്ചേരും. വീണ്ടും തുടർന്നുള്ളത് നമുക്ക് ലാഭകരമായി തീരുകയും ചെയ്യും. ആഴ്ചയിലാഴ്ച നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഗുണകരമായ ഒരു കാര്യം പച്ചക്കറിയിൽ. 1 ഹെക്ടറിൽ നിന്നുള്ള ശരാശരി ഉൽപ്പാദനം 1 ടണ്ണാണ്. ജനപ്രിയ പച്ചക്കറി ഇനമായി മാറിക്കഴിഞ്ഞ കാളക്കൊമ്പൻ വഴുതനയുടെ പ്രധാന വിൽപ്പന VFPCK കേന്ദ്രങ്ങൾ വഴിയാണ്. ഈ പ്രദേശത്തിന് വളരെ പാരമ്പര്യമുള്ള കാർഷിക സംസ്കാരവും ജീവിതവൃത്തിയും എന്നുമുണ്ടായിരുന്നു. പക്ഷേ കാലം മാറിയപ്പോൾ കൃഷിയും കാർഷിക സംസ്കാരങ്ങളും നമ്മളിൽ അകന്നുപോയി. പണ്ട് ഈ പ്രദേശത്ത് ഇതേ വഴുതന എല്ലാ ആൾക്കാരും സുലഭമായി കൃഷി ചെയ്ത് ഈ പ്രദേശത്തിന് തന്നെ ആൾക്കാർ വഴുതനങ്ങ പട്ടണം എന്ന് പേരിട്ട ഒരു കാലമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ കൃഷി അന്നും ഇന്നും ലാഭകരം. മറ്റ് പ്രദേശങ്ങളിലെ കൃഷിക്കാർക്ക് ആവശ്യാനുസരണം വിത്തായും തൈകളായും നൽകി ഈ കൃഷി പ്രചരിപ്പിക്കുന്നതിനും കുറിച്ചിത്താനത്തെ വഴുതന കർഷകർ മടിക്കുന്നില്ല. നല്ല ചെടി നോക്കി തൈ സെലക്റ്റഡ് കായ വിത്തിനെടുക്കും. സെലക്റ്റഡ് കായ വിത്തിനെടുത്തിട്ട് അതിൻ്റെ നമ്മൾ വിത്ത് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ വിത്ത് എടുക്കേണ്ടത്. അത് വിത്ത് പഴുത്ത് കഴിയുമ്പം കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അതിൻ്റെ അകത്തുനിന്ന് കീറി അതിന് അരി മാത്രം എടുക്കും. അത് രണ്ടറ്റത്തും വളഞ്ഞറ്റം ഉണ്ടെങ്കിൽ അത് കായ കണ്ടിച്ച് കളയും. അവിടെ സെൻറ്ററിലെ കായുടെ പുഷ്ടിപ്പുള്ള ഭാഗത്തെ അരി മാത്രമേ എടുക്കുകയുള്ളൂ. അതിന് അരി എടുത്ത് നമ്മൾ നന്നായിട്ട് കഴുകി വാരി അതിൻ്റെ പിശറെല്ലാം കളഞ്ഞ് അരി മാത്രം എടുത്ത് വെള്ളത്തിനടിയിൽ ഇട്ട് കഴിഞ്ഞാൽ പൊങ്ങിക്കിടക്കുന്ന അരിയെല്ലാം എടുത്ത് കളയും. അവിടെ അടിയിൽ കിടക്കുന്ന കട്ടിയുള്ള നല്ല അരി മാത്രം എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കും. വെയിലത്ത് വെച്ച് 2 ദിവസം കുറച്ച് ഉണക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വാർവ വെള്ളം വഴിക്കുമ്പോൾ പുകയത്ത് കെട്ടി തൂക്കാം. പുകയത്ത് കെട്ടി തൂക്കിയിട്ട് നമ്മളെടുത്ത് അങ്ങനെ വിത്ത് സുരക്ഷിതമായിട്ട് എടുത്ത് പാകത്ത് വെക്കും. പാകത്ത് വെച്ചിട്ട് ഒരു ഫെബ്രുവരി പകുതി കഴിഞ്ഞിട്ട് മാർച്ച് ആദ്യത്തോടുകൂടി നമ്മളിത് മണ്ണി പാകി മുളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു 22 ദിവസം കഴിയുമ്പോഴത്തേക്കും പറിച്ചു വെക്കാറാകും. ഒരുപാട് പേർക്ക് കഴിഞ്ഞ പ്രാവശ്യം തൈ കൊടുത്തായിരുന്നു. പിന്നെ കുറേ പേര് തൈ പോസ്റ്റിൽ അയച്ചു കൊടുത്തു. അവർ കവർ അയച്ചു തന്നിട്ട്
കവറിലേക്ക് ഇട്ട് ഞാൻ അരി പാക്ക് ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാനൊരു കുറിപ്പ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കൃഷി ചെയ്യേണ്ട രീതികൾ, അരി തൈ പാകേണ്ടത്, പായി കഴിഞ്ഞ് നടേണ്ട സമയങ്ങൾ, അതിന് വളഞ്ഞ് ചേർക്കേണ്ടത്, അപ്പോൾ കൃഷി ഉൽപ്പാദനത്തിൻ്റെ സമയം, അത് കായ എടുക്കുന്നത്, അതിനൊരു ചെറിയൊരു ലെറ്റർ പോലെ നമ്മൾ അവർക്ക് തയ്യാറാക്കി കൊടുത്തത്. പിന്നെ എന്നോട് തൈ മേടിക്കുന്ന ആൾക്കാരോട് വന്ന് മേടിക്കുന്ന ആൾക്കാർ അവർ ചോദിക്കുന്നതനുസരിച്ച് അവർക്ക് കൃഷി ചെയ്യേണ്ട കാര്യങ്ങൾ, രീതികൾ ഞാൻ പറഞ്ഞു കൊടുത്തു വിടാറുണ്ട്. പാരമ്പര്യത്തിന്റെ വഴികളിൽ നിന്നും വ്യതിചലിക്കാതെ സ്വന്തം ഗ്രാമത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു വഴുതന കൃഷിയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടം കർഷകർ അവരുടെ കാർഷിക ആഭിമുഖ്യം മാതൃകയാക്കി മലയാളത്തിന്റെ മറ്റു ഗ്രാമങ്ങളിൽ കാളക്കൊമ്പൻ വഴുതന പൂവിടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്ന് നമ്മുടെ കാർഷിക മേഖലയിൽ കർഷകർ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ജൈവ കുമിൾനാശിനികൾ കുമരകം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വ്യവസായ അടിസ്ഥാനത്തിൽ കൂടുതലായി നിർമ്മിക്കപ്പെടുന്നു. കുമരകം ഹരിത സ്വയം സഹായ സംഘത്തിലെ ഒരു കൂട്ടം വനിതകളാണ് ഇതിനു പിന്നിൽ. രാസവളങ്ങളും രാസകീടനാശിനികളും പ്രയോഗിച്ചുണ്ടാകുന്ന വിഷലിപ്തമായ കാർഷിക രീതിയിൽ നിന്നുമുള്ള ഒരു ശാശ്വത മോചനത്തിനാണ് ഇന്ന് ലോകരാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആവാസ വ്യവസ്ഥയ്ക്ക് ഹാനികരമാകാതെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ജൈവസമ്പുഷ്ടമായ മണ്ണിലൊരുക്കുന്ന ഭക്ഷ്യോൽപാദന പ്രക്രിയയുടെ സർവ്വവ്യാപനം ഇന്ന് ലോകം ഉറ്റുനോക്കുന്നു. ഭക്ഷ്യസുരക്ഷാ സംവിധാനത്തിൽ ഇന്ത്യയുടെ പരമപ്രധാനമായ ലക്ഷ്യവും ഇതുതന്നെ. ജൈവിക നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിച്ച് കീട രോഗ കള നിയന്ത്രണം സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങിയതോടെ കാർഷിക മേഖലയിൽ ഒരു വലിയ മാറ്റം തന്നെ സംജാതമാവുകയായിരുന്നു. സംസ്ഥാനത്തെ വിവിധ ഹ്രസ്വകാല ദീർഘകാല ഭക്ഷ്യവിളകളിലുള്ള ഇവയുടെ പ്രയോഗം കാർഷിക സമൃദ്ധിയുടെ വേറിട്ടൊരു കാഴ്ച തീർക്കുകയായിരുന്നു. ജൈവരോഗ നിയന്ത്രണത്തിനായി ഉപയോഗിച്ചു വരുന്ന മിത്ര കുമിൾ, മിത്ര ബാക്ടീരിയ, വൈറസുകൾ എന്നിവയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കർഷകർ ഉപയോഗിക്കുന്നത് സ്യൂഡോമോണസും ട്രൈക്കോഡെർമയുമാണ്. ഇവ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു യൂണിറ്റ് കോട്ടയത്തെ കുമരകം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. സർക്കാരിന്റെ കാർഷിക പദ്ധതി പ്രകാരം 13 വർഷം മുമ്പാണ് കുമരകം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ബയോ ഫംഗിസൈഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് പ്രവർത്തനമാരംഭിച്ചത്. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും തൊഴിലധിഷ്ഠിത പരിശീലനം ലഭിച്ച 9 വനിതകളടങ്ങുന്ന കുമരകത്തെ ഹരിത എന്ന സ്വയം സഹായ സംഘമാണ് ഈ നിർമ്മാണ യൂണിറ്റിലെ ഉൽപാദന പ്രക്രിയയിൽ പങ്കാളികളായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 20 ടൺ ഉൽപാദനം കാഴ്ചവെച്ചുകൊണ്ട് നിർമ്മാണ യൂണിറ്റ് അതിൻ്റെ മികവ് തെളിയിക്കുകയുണ്ടായി. കൃഷി വിജ്ഞാന കേന്ദ്രം കുമരകത്തിൽ ഹരിത എന്ന് പറഞ്ഞുള്ള SHGയുടെ കീഴിലാണ്, അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടോടു കൂടിയാണ് ഞങ്ങളിപ്പം ജൈവ കുമിൾനാശിനിയുടെ ലാബ് പ്രവർത്തിച്ചു വരുന്നത്. അപ്പം അവരുമായിട്ട് യൂണിവേഴ്സിറ്റി ഒരു MOU ഉണ്ടാക്കിയിട്ടാണ് ഈ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഏകദേശം 10 വർഷത്തോളമായി ഈ പ്രവർത്തനം തുടങ്ങിയിട്ട് അവർക്ക് ഏകദേശം 30%, നമ്മുടെ വിറ്റുവരവിൻ്റെ 30% അവർക്ക് അവരുടെ വേതനമായിട്ട് ഇവിടുന്ന് കൊടുക്കപ്പെടുന്നത്. ഇതിൽ ജൈവ കുമിൾനാശിനി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ട്രൈക്കോഡെർമ, സ്യൂഡോമോണാസ് ഇവ രണ്ടുമാണ് ഇവിടുന്ന് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഉൽപ്പാദിപ്പിച്ച് വരുന്നത്. അതിൽ സ്യൂഡോമോണാസ് മിക്കവാറും പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള കർഷകർ ഇവിടെ വന്ന് തന്നെയും സ്യൂഡോമോണാസ് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. സ്യൂഡോമോണാസ് എന്ന് പറയുന്ന മിത്ര ബാക്ടീരിയ നമ്മൾ ടാൽക്ക് എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൽ സമ്പുഷ്ടീകരിച്ചാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. നമ്മൾ നെല്ലിനാണെങ്കിൽ വിത്തിൽ പുരട്ടാനും അതുപോലെ തന്നെ തളിക്കുന്നതിനുമായിട്ടാണ് ഇപ്പോഴത്തെ ശുപാർശ. അപ്പോൾ വിത്തിൽ പുരട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 10 ഗ്രാമാണ് 1 കിലോ വിത്തിന് എന്നുള്ള രീതിയിൽ വിത്തിൽ കെട്ടുന്ന വെള്ളത്തിൽ തന്നെ, വിത്ത് ചാക്ക് മുക്കാനായിട്ട് വെക്കുന്ന വെള്ളത്തിൽ തന്നെ ഈ സ്യൂഡോമോണാസും നമ്മൾ ചേർത്തിട്ടാണ് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ മുക്കി ഉപയോഗിക്കാനാണ് നമ്മുടെ ശുപാർശ. അതുപോലെ തന്നെ 30-35 ദിവസം പ്രായമാകുന്ന നെൽച്ചെടികൾക്ക് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതിനും ഏകദേശം ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ഒരു 15-20 ദിവസത്തെ ഇടവേള കൊടുത്തുകൊണ്ട് തളിക്കുന്നതിനായിട്ടാണ് നമ്മൾ ശുപാർശ കൊടുക്കുന്നത്.
കിങ് ബി മാധ്യമത്തിലൂടെയാണ് സ്യൂഡോമോണസ് വളർത്തിയെടുക്കുന്നത്. മാധ്യമം മാതൃകൾച്ചറുമായി കൂട്ടിച്ചേർത്ത് 5 ദിവസം കഴിയവേ പോഷക ലായനിയിൽ നിറവ്യത്യാസം കാണുകയും സ്യൂഡോമോണസിന്റെ വളർച്ച അറിയാനും കഴിയുന്നു. ടാൽക് പൗഡറാണ് ഇതിന്റെ വാഹിനിയായി ഉപയോഗിക്കുന്നത്. 1 കിലോഗ്രാം ടാൽക് പൗഡറിൽ 250 മില്ലി ലിറ്റർ പോഷകലായനി എന്ന അനുപാതത്തിൽ കലർത്തി 1 കിലോഗ്രാം വീതം പാക്കറ്റുകളിലാക്കി സീൽ ചെയ്യുന്നു. ടാൽക് പൗഡറിൽ പോഷകലായനി കലർത്തിയാണ് ട്രൈക്കോഡെർമ വിൽപ്പനയ്ക്കായി തയ്യാറാക്കുന്നത്. ട്രൈക്കോഡെർമയാണെങ്കിൽ ഒരു മിത്രകുമിളാണ്. മറ്റ് ചെടികളിൽ ഉണ്ടാകുന്ന ചീയൽ പോലെയുള്ള രോഗങ്ങൾ ഇതിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈക്കോഡെർമ ഉപയോഗിക്കുന്നത്. ട്രൈക്കോഡെർമയുടെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ട്രൈക്കോഡെർമ ചാണകം അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇതിൽ സമ്പുഷ്ടീകരിച്ച് നൽകാനാണ് നമ്മൾ ട്രൈക്കോഡെർമ പറയുന്നത്. അതിലാണെങ്കിൽ ഏകദേശം 90 കിലോ ചാണകപ്പൊടിക്ക് 10 കിലോ വേപ്പിൻ പിണ്ണാക്ക് എന്നുള്ള അളവിൽ ഏകദേശം 2 കിലോ ട്രൈക്കോഡെർമ പൊടിയും കൂടെ ചേർത്താണ് നമ്മൾ ഇതിനെ ഒരു 10 ദിവസത്തേക്ക് തണലത്ത് കൂഞ്ഞങ്ങളായിട്ട്, ഒരുപാട് ഹൈറ്റ് ഇല്ലാത്ത കൂഞ്ഞങ്ങളായിട്ട് അത്യാവശ്യത്തിന് ചെറിയ നനവ് കൊടുത്തുകൊണ്ട് മിശ്രിതപ്പെടുത്തി അത് ഏകദേശം 10 ദിവസം കഴിയുമ്പോഴത്തേക്കും ട്രൈക്കോഡെർമ നന്നായിട്ട് ഈ മിശ്രിതത്തിൽ വളരുകയും അത് നമുക്ക് പോട്ടിംഗ് മിശ്രിതത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ വളർന്നു നിൽക്കുന്ന ചെടികളാണെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ നൽകാനാണ് ശുപാർശ. ചെടിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് അതിൻ്റെ അളവ് നമുക്ക് കൂട്ടാം. ഇതുകൂടാതെ കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ ജീവാണു വളങ്ങളും ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ സപ്പോർട്ടോടു കൂടി ഒരു നെറ്റ്വർക്ക് പ്രോജക്റ്റ് ഇവിടെ നടന്നു വരുന്നുണ്ട്. റൈസോബിയം, അതുപോലെ തന്നെ ഫോസ്ഫോബാക്ടീരിയ, അതുപോലെ പൊട്ടാഷിൻ്റെ തന്നെ ആസോസ്പൈറിലം, ഇതെല്ലാം തന്നെ നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. സ്യൂഡോമോണാസ് ആണെങ്കിൽ നമ്മളെ 60 രൂപയാണ് 1 കിലോയ്ക്ക്. അതുപോലെ ട്രൈക്കോഡെർമ 70 രൂപയും ജീവാണു വളങ്ങൾക്കെല്ലാം 50 രൂപ വെച്ചാണ് നമ്മളിവിടെ നിന്ന് വിൽക്കുന്നത്. 2000 ഒരു വൊക്കേഷണൽ ട്രെയിനിങ് KVKയിലൂടെ കിട്ടി. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങളിവിടെ ഒരു സംഘം രൂപീകരിക്കാൻ ഇടയായത്. 6 മാസത്തെ ട്രെയിനിങ് കിട്ടി. അതിനുശേഷം 2001 ഞങ്ങൾ SHG ഫോം ചെയ്ത് 2002 മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. ഭക്ഷ്യവിളയുടെ സുരക്ഷയ്ക്കും മനുഷ്യരാശിയുടെ രക്ഷയ്ക്കും വേണ്ടി നടക്കുന്ന ഒരു പരീക്ഷണ പഠന ശൃംഖലയുടെ ഭാഗമാണ് കുമരകം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ബയോ ഫംഗിസൈഡ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. ജൈവ കീടനാശിനികളോടും ജീവാണു വളങ്ങളോടുമുള്ള കർഷകരുടെ താൽപ്പര്യം നമുക്കേറെ പ്രതീക്ഷയും നൽകുന്നു. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാടൻ കന്നുകാലി ജനുസുകളുടെ സംരക്ഷണത്തിന് ധനസഹായം. റബ്ബർ കപ്പ് തൈ ഉൽപാദനത്തിൽ പരിശീലനം. എലൈറ്റ് തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്ക്. വാർത്തകൾ വിശദമായി. നാടൻ കന്നുകാലി ജനുസുകൾ ഒരു പ്രദേശത്തെ സംസ്കാരത്തിന്റെ മുഖമുദ്രയാണ്. ഇത് മുൻനിർത്തി നാടൻ കന്നുകാലി ജനുസുകളെ സംരക്ഷിക്കുന്ന കർഷകർക്ക് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ധനസഹായം നൽകുന്നു. ഇതിന്റെ ഭാഗമായി നാടൻ കന്നുകാലികളെ വളർത്തുന്ന കർഷകരുടെ സംഗമവും ധനസഹായ വിതരണവും ഈ മാസം 8-ാം തീയതി 2 മണിക്ക് കോട്ടയത്ത് മാമൻ മാപ്പിള ഹാളിൽ വെച്ച് നടത്തുന്നതാണ്. പ്രസ്തുത കർഷകരെ ആദരിക്കുന്ന ചടങ്ങും അന്നേ ദിവസം ഉണ്ടായിരിക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ
0471 244 9138. സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിലുള്ള തിരുവനന്തപുരം പെരിങ്ങമല അഗ്രി ഫാമിൽ വിവിധ കാർഷിക നടീൽ വസ്തുക്കളും പച്ചക്കറി വിത്തുകളും വിൽപ്പനയ്ക്ക് ലഭിക്കുന്നു. പ്ലാവ്, സപ്പോട്ട, ചെറി, മാവ് എന്നിവയുടെ ഗ്രാഫ്റ്റ് തൈകളും വിവിധ ഫാം ഉൽപ്പന്നങ്ങളും ലഭ്യതയ്ക്കനുസരിച്ച് ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0472 284 6488. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ കർഷകർക്കായി പരിശീലന പരിപാടികൾ നടത്തുന്നു. ഈ മാസം 8-ാം തീയതി കാട വളർത്തലിലും 11 മുതൽ 13 വരെ ഇറച്ചിക്കോഴി വളർത്തൽ എന്നീ വിഷയങ്ങളിലും പരിശീലനം നൽകും. ഈ സൗജന്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് പരിശീലന ശേഷം സർട്ടിഫിക്കറ്റ് ലഭിക്കും. താൽപ്പര്യമുള്ള കർഷകർ പരിശീലന കേന്ദ്രവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0479 245 7778. തിരുവനന്തപുരം നഗരൂർ കൃഷിഭവനിൽ കുരുമുളക് തൈകൾ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ട്. 25 സെന്റിന് മുകളിൽ ഭൂമിയുള്ള കർഷകർക്ക് തൈകൾ സൗജന്യമായി ലഭിക്കും. ആവശ്യമുള്ള കർഷകർ കരമൊടുക്കിയ രസീത് സഹിതം കൃഷിഭവനിൽ നേരിട്ടെത്തി തൈകൾ കൈപ്പറ്റണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. റബ്ബർ നടീൽ വസ്തുവായ കപ്പു തൈകളുടെ ഉൽപ്പാദനം, മാധ്യമം തയ്യാറാക്കൽ, കപ്പു നിറയ്ക്കൽ, കുറ്റിത്തൈ നടീൽ, പരിപാലനം, ദൃഢപ്പെടുത്തൽ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഏകദിന പരിശീലന പരിപാടി ഈ മാസം 12-ന് കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടത്തുന്നതാണ്. വിശദമായ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0481 235 1313. മറ്റൊരു നമ്പർ 0481 235 3127. മണ്ണിൽ അലൂമിനിയം അയോണുകൾ വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന പുളിരസം നിർവീര്യമാക്കാൻ കുമ്മായത്തിന് പകരം ഉപയോഗിക്കാവുന്ന ജിപ്സം വളം ഫാക്ട് പുറത്തിറക്കി. ഇതോടൊപ്പം ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ഫാക്ട് ഓർഗാനിക് എന്ന ജൈവവളവും ഓർഗാനിക് പ്ലസ് എന്ന കോഴി വളാധിഷ്ഠിത ജൈവവളവും വിപണിയിൽ ലഭ്യമാണ്. കാറ്റുവീഴ്ച രോഗപ്രതിരോധവും അത്യുൽപാദന ശേഷിയുമുള്ള എലൈറ്റ് തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്കായി തിരുവനന്തപുരം പാളയം സാഫല്യം കോംപ്ലക്സിൽ സ്ഥിതി ചെയ്യുന്ന നഗരസഭാ കൃഷിഭവനിൽ ലഭ്യമാണ്. താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471 2320 942. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ ക്വിൻ്റലിന് 16,200 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 17,200, തൃശൂർ 16,400, കൊപ്ര കൊച്ചി 11,200, കോഴിക്കോട് 11,600, തൃശൂർ 10,950 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 72,000 രൂപ, ഗാർബിൾഡ് 75,000 രൂപ, ചുക്ക് മീഡിയം 31,000, ചുക്ക് ബെസ്റ്റ് 32,500, മഞ്ഞൾ സേലം 7,000, മഞ്ഞൾ ഈറോഡ് 7,200, അടയ്ക്ക പുതിയത് 26,000-നും 27,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 13,400, റബ്ബർ RSS 4 ഗ്രേഡ് 13,900, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 13,450, റബ്ബർ RSS 4 ഗ്രേഡ് 14,000. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 16,200 രൂപ, കൊപ്ര 11,200, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300, റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 72,000, ഗാർബിൾഡ് 75,000, ചുക്ക് മീഡിയം 31,000, ബെസ്റ്റ് 32,500, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 26,000-നും 27,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225 മുതൽ 275 രൂപ വരെ, തൊണ്ടില്ലാത്തത് 450 മുതൽ 480 രൂപ വരെ, ജാതിപത്രി 750 മുതൽ 900 രൂപ വരെ, ഗ്രാമ്പു 900 മുതൽ 1,020 രൂപ വരെ. റബ്ബർ RSS 5 ഗ്രേഡ് 13,400, RSS 4 ഗ്രേഡ് 13,900, ഒട്ടുപാൽ 8,800, ലാറ്റക്സ് 10,000 രൂപ. കമ്പോള അവലോകനം. കാലവർഷം കനത്തതോടെ നാളികേര വിളവെടുപ്പും കൊപ്ര സംസ്കരണവും സ്തംഭിച്ചു. കേരളത്തിലെ പ്രതികൂല കാലാവസ്ഥ മുൻനിർത്തി തമിഴ്നാട്ടിൽ രാവിലെ വെളിച്ചെണ്ണ വില 275 രൂപ ഉയർന്നു. മാസാരംഭമായതിനാൽ പ്രാദേശിക ഡിമാൻഡ് എണ്ണക്കുയർന്നത് പച്ചത്തേങ്ങയ്ക്കും കൊപ്രയ്ക്കും നേട്ടമാവും. കനത്ത മഴ കണക്കിലെടുത്ത് ഉൽപാദകർ റബ്ബർ വെട്ടിൽ നിന്ന് പിന്തിരിഞ്ഞു. റബ്ബർ ടാപ്പിംഗ് സ്തംഭിച്ചെങ്കിലും ടയർ നിർമ്മാതാക്കൾ ഷീറ്റ് വിലയിൽ കാര്യമായ മാറ്റം വരുത്തിയില്ല. 4-ാം ഗ്രേഡ് 140 രൂപയിലാണ്. അവധി നിരക്കുകളിലെ തളർച്ചയും വിദേശ മാർക്കറ്റുകളിൽ നിന്നുള്ള അനുകൂല വാർത്തകളുടെ അഭാവവും മുന്നേറ്റത്തിന് തടസ്സമായി.
ലേലകേന്ദ്രങ്ങളിലേക്കുള്ള ഏലക്ക വരവ് മെച്ചപ്പെട്ടത് വിലയെ ബാധിച്ചു. തേക്കടിയിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾ 974 രൂപയായി താഴ്ന്നു. മുളക് റെക്കോർഡ് വിലയിലാണെങ്കിലും ഹൈറേഞ്ചിൽ നിന്നുള്ള ചരക്ക് വരവ് നാമമാത്രമാണ്. മഴ കനത്തതോടെ ചുക്കു വിപണി ഉത്തരേന്ത്യൻ ഓർഡറുകളെ ഉറ്റുനോക്കുകയാണ്. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 28.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 27.4, 23. കൊച്ചി 29.8, 23.8. ആലപ്പുഴ 26.9, 23. പുനലൂർ 29.2, 21.9. തിരുവനന്തപുരം 30.5, 24 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.